ഹലോ. അപ്പോൾ ഞാനിന്ന് ഗോതമ്പ് നുറുക്ക് പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ ശർക്കര ഒന്ന് ഉരുക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 കിലോ ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ശർക്കര നല്ലോണം ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള തേങ്ങ കൂടി ചിരവി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ എത്രയാണോ ആവശ്യം അതനുസരിച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുക. പിന്നെ തേങ്ങാപ്പാൽ 1-ാം പാൽ, 2-ാം പാൽ, 3-ാം പാൽ അങ്ങനെ നമ്മൾ വേർതിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങാപ്പാൽ നല്ലതുപോലെ പിഴിഞ്ഞ് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതനുസരിച്ച് ഒരു പാത്രം എടുക്കുക. ഞാനിവിടെ ഈ ഒരു സ്റ്റീലിൻ്റെ ഉരുളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് നല്ല വൃത്തിയായി കഴുകിയ ചവ്വരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചവ്വരി ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. അങ്ങനെ ചവ്വരി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വന്നപ്പോൾ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു പകുതി വേവൊക്കെ ആവുന്നത് വരെ നമ്മളിതിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 3-ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1-ാം പാൽ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് പിഴിഞ്ഞെടുക്കുന്ന പാലാണ് കേട്ടോ. അതായിരിക്കും ഏറ്റവും കുറവും നല്ല കട്ടിയായിട്ടുണ്ടാവുക. അങ്ങനെ 2-ാം പാൽ, 3-ാം പാൽ ഏറ്റവും ലാസ്റ്റ്. അത് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിരിക്കും. അതാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നല്ലപോലെ വൃത്തിയായി കഴുകിയെടുത്ത ഗോതമ്പ് നുറുക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ടേസ്റ്റി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചുവട് ചേർത്ത് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ചുവട്ടിൽ പിടിക്കാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. ചുവട്ടിൽ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ആ പായസത്തിൻ്റെ ടേസ്റ്റേ മാറും. നമ്മൾ മാക്സിമം അത് ചുവട്ടിൽ പിടിക്കാണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക കേട്ടോ. ഇപ്പോൾ കൂടുതലും ഇൻസ്റ്റൻറ്റ് മിക്സ് ഒക്കെ കിട്ടുന്നത് കൊണ്ട് അങ്ങനെ വാങ്ങിയിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കാറ്. പഴയ പോലെ തേങ്ങാപ്പാലൊന്നും പിഴിഞ്ഞുള്ള പായസം വളരെ ചുരുക്കമായിട്ട് ഉണ്ടാക്കാറുള്ളൂ. പണിയാണെങ്കിലും അത് ഉണ്ടാക്കി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. ഇതിൽ ചെറുതായിട്ടൊരു തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് കൂടി നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ തേങ്ങാക്കൊത്താണ് കേട്ടോ ഫസ്റ്റ് വറുത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു നല്ല അത്യാവശ്യം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതൊന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എൻ്റെ അമ്മമ്മയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ വിശേഷ ദിവസങ്ങളിൽ കൂടുതലും ഈ തേങ്ങാപ്പാൽ ഉപയോഗിച്ചുള്ള പായസമാണ് കേട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ അത് ഞാൻ വറുത്തൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് കാഷ്യൂനട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. ശേഷം മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം വറുത്തെടുത്ത ശേഷം ഞാനിതിലേക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. പണ്ടൊക്കെ എനിക്ക് കൂടുതലും സേമിയ പായസവും അടപ്പായസമൊക്കെ കഴിക്കാനായിരുന്നു കേട്ടോ ഇഷ്ടം. ഇപ്പോൾ കുറച്ച് വലുതായപ്പോൾ എല്ലാ പായസവും ട്രൈ ചെയ്ത് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കൂടുതലായിട്ടും ഇങ്ങനെ തേങ്ങാപ്പാലൊക്കെ ഉള്ളത് ഭയങ്കര ഇഷ്ടമായി തുടങ്ങി. കാരണം വല്ലപ്പോഴും അല്ലേ നമ്മൾ ട്രൈ ചെയ്യാറുള്ളൂ. ബാക്കിയൊക്കെ എപ്പോഴും കിട്ടുന്ന സംഭവങ്ങളാണല്ലോ. അപ്പോൾ ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതും തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അത് നല്ലതുപോലെ ഒന്ന് ചേർത്ത് ഇളക്കുക കേട്ടോ. അപ്പോൾ അരിപ്പ അവിടെ പിടിച്ചിരിക്കുന്നത് അതിൽ നിന്ന് ഇങ്ങനെ ഒറ്റൊറ്റായിട്ട് ശർക്കരയുടെ വീഴുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അരിപ്പ അവിടെ പിടിച്ചിട്ടുള്ളത്. അങ്ങനെ നന്നായിട്ട് ഇനി ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലേക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അപ്പോൾ നമ്മളാണെങ്കിലും വീട്ടിലെപ്പോഴും സേമിയയും അതുപോലെ തന്നെ അടപ്പായസമൊക്കെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഗോതമ്പ് നുറുക്ക് പായസം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതിലേക്ക് ലാസ്റ്റ് പാലും കൂടി ഒഴിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത്, കാഷ്യൂനട്ട്, മുന്തിരി ഇവയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇതിലേക്ക് ഏലക്കയും ചുക്കും കൂടി പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റായിട്ട് ഇതാ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ കാത്തിരുന്ന പായസം അവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റും ചെയ്ത് നോക്കി, സംഭവം അടിപൊളിയാണ്. അല്ലെങ്കിൽ നമ്മൾ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു പായസമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക.